ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ ഫോളോ ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ലോങ് ഡേക്ക് ശേഷം ഓഫീസ്, സ്കൂൾ, കോളേജ് ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ്ങിൽ നിങ്ങൾ വീട്ടിലേക്ക് ഒരു 4 മണി അല്ലെങ്കിൽ 6 മണിക്ക് എത്തിച്ചേരുന്നു. ആ ഒരു ഈവനിങ് മുതൽ നിങ്ങൾ നൈറ്റ് ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു 3 to 5 hours ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ 3 to 5 hours നിങ്ങൾ ഡെയിലി TV കാണുന്നു, ക്രിക്കറ്റ് മാച്ച് കാണുന്നു, റീൽസ് കാണുന്നു, 18+ വീഡിയോസുകൾ കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേറ്റ് നൈറ്റ് വരെ കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ ബ്രെയിൻ വളരെ ടയർഡായതിനു ശേഷമായിരിക്കും നിങ്ങൾ ഉറങ്ങാൻ പോവുക. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകണോ, കോളേജിലേക്ക് പോകണോ, ഇന്നത്തെ ദിവസം തന്നെ ശരിയല്ല, ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും നിങ്ങൾ എഴുന്നേൽക്കുക. ഇന്ന് നമ്മുടെ ലോകത്തിലുള്ള 90% യങ്സ്റ്റേഴ്സിൻ്റെയും ഈവനിങ് റൂട്ടീൻ എന്നുള്ളത് ഇങ്ങനെയായിരിക്കും. ആൻഡ് ഇതാണ് അവരിൽ ഒരു ലൂസർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും റിലാക്സേഷൻ എന്നുള്ള പേരിൽ റീൽസ് കാണുന്നത്, മൊബൈലിൽ വെറുതെ ഈവനിങ് ടു നൈറ്റ് വരെ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ ശരിക്കും റിലാക്സേഷന് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നോ, അതൊരിക്കലും ആയിരിക്കില്ല. ആക്ച്വലി ഇത് നിങ്ങളുടെ റിയാലിറ്റി ലൈഫിൽ നിന്നും എസ്കേപ്പ് ആകാനുള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമായിരിക്കും. ആൻഡ് നിങ്ങളിലെ ലിമിറ്റഡായ ടൈം ആൻഡ് എനർജിയെ മണിക്കൂറുകളോളം വേസ്റ്റ് ചെയ്ത് പല കോർപ്പറേറ്റ് കമ്പനീസിനും ബില്യൺ കണക്കിന് ഡോളേഴ്സിൻ്റെ ലാഭം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ബട്ട് ഫ്രണ്ട്സ്, ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള ടൈമിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് എന്നുള്ളത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ ടൈം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, റീസെറ്റ് യുവർ ഡിഫോൾട്ട് സെറ്റിംഗ്. നിങ്ങളുടെ ഈവനിങ്സിനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ മാറ്റണം. അത് എന്താണെന്നാൽ നിങ്ങളുടെ മൂഡിനും ഈവനിങ്സിൽ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസിനും തമ്മിൽ യാതൊരു ലിങ്കും ഉണ്ടായിരിക്കാൻ പാടില്ല. ബട്ട് ഭൂരിഭാഗം ആളുകളുടെയും മൈൻഡ് സെറ്റ് എന്നുള്ളത് ഇങ്ങനെയായിരിക്കും: ഇന്ന് എനിക്കൊരു ബാഡ് ഡേ ആയിരുന്നു, എൻ്റെ മൂഡ് ശരിയല്ല, സോ ഇന്ന് ഈവനിങ് ഒന്നും ചെയ്യേണ്ട, റിലാക്സ്ഡ് ആയിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് റീൽസ്, ഷോർട്സ് എന്നിങ്ങനെ കണ്ട് അവരുടെ മൂഡിനെയും അവരെടുക്കുന്ന ആക്ഷൻസിനെയും പരസ്പരം ലിങ്ക് ചെയ്യും. ബട്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെങ്കിലും ശരി, ഗുഡ് ഓർ ബാഡ്, ഞാൻ എൻ്റെ ഈവനിങ്സ് വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും. എൻ്റെ ഈവനിങ് മൈൻഡ് സെറ്റിനും ഞാൻ എടുക്കുന്ന ആക്ഷൻസിനും തമ്മിൽ യാതൊരു ലിങ്കും ഉണ്ടായിരിക്കില്ല എന്ന്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈവനിങ് ബാഡ് മൂഡിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളതല്ല. നേരെ മറിച്ച് ആ ഒരു ഈവനിങ്സിൽ വരുന്ന ബാഡ് മൂഡിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ ഒരു ബാഡ് ഫീലിങ്സിനെ റീൽസ് കണ്ട് ടെമ്പററി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണോ, അതോ ഈ ഒരു ബാഡ് ഫീലിങ്സ് ഉണ്ടെങ്കിലും മൂഡ് ശരിയല്ലെങ്കിലും പ്രോപ്പറായി ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫിനെ ഗ്രോ ചെയ്യിപ്പിക്കണോ എന്ന്. സോ നിങ്ങളുടെ ഈവനിങ് മൂഡിനും നിങ്ങളുടെ ഈവനിങ് ആക്ഷൻസിനും തമ്മിൽ യാതൊരു ലിങ്കും ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതാണ് സാക്രിഫൈസ് കംഫർട്ട് ഫോർ ഫ്യൂ ഇയേഴ്സ്. കോളേജ്, സ്കൂൾ, ഓഫീസ് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്നത്, സക്സസ് ആവുന്നത്, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ബട്ട് കുറേ കാര്യങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈവനിങ് സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചാൽ പുറത്തു പോകാൻ സാധിക്കില്ല, നിങ്ങളുടെ ഫാമിലി ടൈം കട്ടാകും. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ വളരെ കുറവ് ടൈം മാത്രമേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ്, ക്രിക്കറ്റ് മാച്ചസ് ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു ബോറിംഗ് റൂട്ടീൻ ആയിരിക്കും നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരിക. ബട്ട് ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് വേറൊരു വഴിയുമില്ല. നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ. സോ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നെക്സ്റ്റ് 3 to 5 years നിങ്ങളുടെ ചില കംഫേർട്സിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ബാക്കിയുള്ള നിങ്ങളുടെ ലൈഫിനെ ഈസിയാക്കി മാറ്റണോ, അതോ ഈ ഒരു 3 to 5 years കംഫേർട്ടായിട്ട് ഇരുന്ന് ബാക്കിയുള്ള നിങ്ങളുടെ ലൈഫിനെ ഹാർഡാക്കി മാറ്റണോ എന്ന്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ഈ ഒരു സാക്രിഫൈസസ് 3 to 5 years പോലും
ചെയ്യണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് 6 മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈവനിങ്സിനെ സാക്രിഫൈസ് ചെയ്ത് അത് ശരിയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെ കാലമായി തുടങ്ങണമെന്ന് വിചാരിച്ച നിങ്ങളുടെ ബിസിനസ് ഐഡിയ പ്രോഗ്രസ് ആയിട്ടുണ്ടായിരിക്കും. പുതിയൊരു സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മുന്നേറി പോയിട്ടുണ്ടായിരിക്കും. ഇതൊരിക്കലും ഒരു ചെറിയ ചേഞ്ച് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഉറച്ച തീരുമാനം ഇനി മുതൽ നിങ്ങൾ എടുക്കുക. എൻ്റെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ചില സാക്രിഫൈസസ് ചെയ്തിരിക്കുമെന്ന്. ബട്ട് ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള സാക്രിഫൈസസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അലസത, മടി, സ്ട്രെസ്, ടെൻഷൻ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഡോണ്ട് വറി. ഇനി മുതൽ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഒരു സ്ട്രോങ് ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ പ്രോഗ്രസ് നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ ലൈഫിലെ വാല്യുബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കുമെന്ന്. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്പർ 3, ഡു എ ട്രാൻസിഷണൽ ആക്ടിവിറ്റി. എനിക്കറിയാം ഈവനിങ്ങിൽ കോളേജ്, ഓഫീസ് ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ടയേർഡായിരിക്കുമെന്ന്. ചില സമയത്ത് ഫിസിക്കൽ ടയേർഡ്നെസ് ഉണ്ടായിരിക്കും, മറ്റു ചില സമയത്ത് മെൻ്റൽ ടയേർഡ്നെസ് ആയിരിക്കും. ഓഫീസ്, കോളേജ് ഇവിടെ നിന്നൊക്കെ എത്തിയതിന് ശേഷം ആ ഒരു ടയേർഡ്നെസ്സിൽ ഉടനെ തന്നെ സ്കിൽസ് ലേൺ ചെയ്യുക, വർക്ക് ചെയ്യുക, ബിസിനസ് ഗ്രോ ചെയ്യിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്കും വളരെ കുറവായിരിക്കും. ഒരു ലോങ് ഡേക്ക് ശേഷം ഈവനിങ്ങിൽ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിന് മുന്നേ നിങ്ങളെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ചെറിയ ട്രാൻസിഷണൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏർപ്പെടുക. റിസർച്ചിൽ പറയുന്നത് നിങ്ങൾ മെൻ്റലി ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ വാക്കിംഗ്, കുക്കിംഗ്, സ്ട്രെച്ചിങ്, എക്സസൈസ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളെ മെൻ്റലി റീചാർജ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഫിസിക്കലി ടയേർഡ് ആണെങ്കിൽ റീഡിങ്, മ്യൂസിക്, ജേർണലിംഗ് ഇങ്ങനെയുള്ള മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫിസിക്കൽ ടയേർഡ്നെസ്സിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ലിറ്ററലി ഞാനും എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ഡേക്ക് ശേഷം മെൻ്റലി ടയർഡായിരിക്കുന്ന സമയത്ത് ഈവനിങ്ങിൽ ജസ്റ്റ് നാച്ചുറൽ ഒരു വാക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മെൻ്റൽ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, ഒരു ലോങ് ഡേക്ക് ശേഷം വീണ്ടും ഒരു പ്രൊഡക്റ്റീവ് ഹാബിറ്റ് നിങ്ങൾ ഈവനിങ്ങിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള നിങ്ങളെ റീചാർജ് ചെയ്യുന്ന ട്രാൻസിഷണൽ ആക്ടിവിറ്റീസിൽ 10 to 15 മിനിറ്റ്സ് എങ്കിലും ഇൻവോൾവ് ആവുക. നമ്പർ 4, അപ്ഗ്രേഡ് യുവർ കമ്മ്യൂട്ട് ടൈം. ഭൂരിഭാഗം ആളുകളുടെയും ഡെയിലി ഈവനിങ്സ് എന്നുള്ളത് ഇങ്ങനെയാകും സ്റ്റാർട്ട് ആവുക. സ്കൂൾ, കോളേജ്, ഓഫീസ് ഇതെല്ലാം കഴിഞ്ഞ് ബസ്, ട്രെയിൻ ഇതിലെല്ലാം ട്രാവൽ ചെയ്തായിരിക്കും വീട്ടിലേക്ക് എത്തുക. ഈ ഒരു ട്രാവൽ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന ഇതിനു വേണ്ടി എടുക്കുന്ന ഈ ഒരു ടൈമിനെയാണ് കമ്മ്യൂട്ട് ടൈം എന്ന് വിളിക്കുന്നത്. റിസർച്ചിൽ പറയുന്നത് സ്കൂൾ, കോളേജ്, ഓഫീസിലേക്ക് പോകുന്നവരുടെ ആവറേജ് കമ്മ്യൂട്ട് ടൈം എന്നുള്ളത് 1 to 2 hours എങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഡെയിലി 1 hour ഒരാൾ ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 7 മണിക്കൂർ ഈ ഒരു കമ്മ്യൂട്ട് ടൈമിൽ അയാൾ സ്പെൻഡ് ചെയ്യുന്നു. മാസത്തിൽ ഇത് 30 മണിക്കൂർ ആൻഡ് ഒരു വർഷത്തിൽ 360 മണിക്കൂർ. ലിറ്ററലി ഒരുപാട് ആളുകൾ ഈ ഒരു കമ്മ്യൂട്ട് ടൈമിൽ എന്ത് ചെയ്യുമെന്നാൽ റീൽസ് കാണും, യൂട്യൂബിൽ വീഡിയോസ് കണ്ടിരിക്കും. ബട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും കാലം എന്തൊക്കെ കാര്യങ്ങൾ ടൈം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ആക്ച്വലി ഇതിനെല്ലാമുള്ള റിയൽ ആയിട്ടുള്ള കാരണമെന്നുള്ളത് നിങ്ങൾക്ക് ടൈം ഇല്ലാത്തതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വേസ്റ്റ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കമ്മ്യൂട്ട് ടൈമിൽ വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. എന്നാൽ വെറുതെ സോഷ്യൽ മീഡിയാസിൽ ഗോസിപ്പ്, നെഗറ്റീവ് ന്യൂസ് ഇതൊക്കെ നോക്കി നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ആക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം, മ്യൂസിക് കേൾക്കാം, ബുക്ക് വായിക്കാം, വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കാം. ആൻഡ് നിങ്ങൾക്ക് വന്ന ഇമെയിൽസ്, മെസ്സേജസ് ഇതിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ നൽകാം. ഇതിലൂടെ വർക്കിംഗ് ടൈമിൽ ഇതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ കമ്മ്യൂട്ട് ടൈമിൽ യൂട്യൂബ് വീഡിയോസിന് വേണ്ട സ്ക്രിപ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കമ്മ്യൂട്ട് ടൈം നിങ്ങൾക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. നമ്പർ 5, ഇൻറ്റഗ്രേറ്റ് ഹ്യൂമൻസ് ഇൻ ടു യുവർ റൂട്ടീൻ.
ഡെയിലി റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും തന്നെ സാധിക്കില്ല. ഒരു പക്ഷേ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ബട്ട് ലോങ് റണ്ണിൽ നിങ്ങളുടെ മൈൻഡ് എക്സോസ്റ്റഡ് ആകും. സോ നിങ്ങളുടെ ഈവനിങ് റൂട്ടീനിൽ വർക്ക് എന്ന് പറഞ്ഞ് അതിൽ മാത്രമായിട്ട് ഇരിക്കാതെ ഈ ഒരു റൂട്ടീനിൽ ഹ്യൂമൻസ് ഓർ ഫൺ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. ഫസ്റ്റ് നിങ്ങളുടെ വർക്കൊക്കെ ഈവനിങ്ങിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോയും കണ്ട് തനിച്ച് കഴിക്കാതെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഇവർക്കൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുക. ബിക്കോസ് നാച്ചുറലി ഹ്യൂമൻസ് സോഷ്യൽ ബീയിങ്സ് ആണ്. സോ കുറച്ച് നേരമെങ്കിലും ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ മെൻ്റലി ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. സെക്കൻഡ്, ഈവനിങ് ഓർ നൈറ്റിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും മാറ്റിവെക്കുക. ആ ഒരു ടൈമിൽ നിങ്ങളുടെ വർക്ക്സിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ആ ഒരു ഫാമിലി ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുക. കാരണം കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, അവർ ഈ ഒരു ഫാമിലി ടൈമിലായിരിക്കും അവരുടെ വർക്ക്സിനെ പറ്റി ചിന്തിക്കുക, വർക്ക് റിലേറ്റഡ് കോൾ അറ്റൻഡ് ചെയ്ത് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. സോ നിങ്ങളുടെ ആ ഒരു ഫാമിലി ടൈം ബ്ലോക്ക് ചെയ്യുക. കാരണം സക്സസ് ആകുന്നത്, വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നത്, ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽഡ് ആയിട്ടും ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു പോയിന്റ് മസ്റ്റായിട്ടും ഓർത്ത് വയ്ക്കുക. ഇനി ഈവനിങ്സിൽ എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ്, മണി മാനേജ്മെൻറ്റ്, ഫൈനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതേപ്പറ്റി പഠിക്കുക. സെക്കൻഡ്, ഏതെങ്കിലും ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ഓർ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഏതെങ്കിലും ഒരു ഹൈ പേയിങ് സ്കിൽ മാസ്റ്റർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, stay positive, stay motive.